PM ശ്രീ പദ്ധതിയിൽ സർക്കാരിന് ഒളിച്ചുകളിയോ പദ്ധതിയിൽ നിന്ന് പിന്മാറാനാകില്ലെന്ന സർക്കാർ വാദം തെറ്റെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ തന്നെ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നു. MOU ഒപ്പിട്ട ശേഷം കേരളം സ്കൂളുകളുടെ പട്ടിക നൽകിയിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിക്കുകയാണ്. ലീഗ് MP-യായ അബ്ദുൽ വഹാബിന്റെ ചോദ്യത്തിന് കേന്ദ്ര സഹമന്ത്രി ജയൻ ചൌധരിയാണ് മറുപടി നൽകിയിരിക്കുന്നത്. പദ്ധതിയിൽ നിന്ന് പിന്മാറുകയോ ഒപ്പിടാതിരിക്കുകയോ ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നഷ്ടമാകുമെന്നത് മാത്രമാണ് പ്രശ്നമെന്നും കേന്ദ്രം അറിയിക്കുകയാണ്. ആദിൽ പാലോടാണ് ചേരുന്നത് വിശദമായ വിവരങ്ങളുമായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നത് തന്നെയാണോ കേന്ദ്രം വ്യക്തമാകുന്നത്? അതായത് UDF സർക്കാരിന്റെ വാദം, ഇന്നലെയും UDF കൺവീനർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. MOU ഒപ്പിട്ടു, ഇനി പിന്മാറാനാകില്ല എന്നതാണ്. പക്ഷെ അത് ശരിയല്ല എന്നതാണോ ഈ രേഖകൾ വ്യക്തമാക്കുന്നത്? എന്താണ് വിശദമായ മറുപടിയിൽ പറയുന്നത്? ഉറപ്പായും കേന്ദ്ര സർക്കാർ കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. രാജ്യസഭയിലാണ് PV അബ്ദുൽ വഹാബ് MP ചോദ്യം ഉന്നയിച്ചത്. ഏതെങ്കിലും രൂപത്തിൽ സംസ്ഥാനങ്ങൾക്ക് വിഡ്രോ ചെയ്യേണ്ടി വന്നാൽ, ഈ കരാറിൽ നിന്ന് പിൻവലിച്ചാൽ, കരാറിൽ നിന്ന് പിൻവാങ്ങിയാൽ ഏതെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ എന്നതായിരുന്നു ചോദ്യം. അതിന് മറുപടിയായിട്ടാണ് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി വിശദമായി തന്നെ മറുപടി നൽകുന്നത്. PM ശ്രീയുടെ ആനുകൂല്യങ്ങൾ മുഴുവൻ വിശദീകരിച്ച ശേഷം ഏതെങ്കിലും സംസ്ഥാനങ്ങൾ MOU-ൽ ഒപ്പിടാതിരിക്കുകയോ പിൻവലിക്കുകയോ പിൻവാങ്ങുകയോ ചെയ്താൽ അവർക്കുള്ള PM ശ്രീയിലെ ആനുകൂല്യങ്ങൾ നഷ്ടമാകുക മാത്രമാണ് പ്രത്യാഘാതം എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് വിഡ്രോ ചെയ്യാനുള്ള സാധ്യത അപ്പോഴും ശേഷിക്കുന്നു എന്ന് തന്നെ ഈ മറുപടിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. MOU ഒപ്പിട്ട ശേഷം കേരളം സ്കൂളുകളുടെ പട്ടിക നൽകിയിട്ടില്ല എന്നുകൂടി മറുപടിയിൽ പറയുന്നുണ്ട്. ഏതായാലും നിലപാട് കൃത്യമാണ്. UDF ഇതുവരെ വാദിച്ചുകൊണ്ടിരുന്നത് LDF സർക്കാരാണ് ഈ MOU-ൽ ഒപ്പിടുന്നത്, PM ശ്രീ കരാറിൽ കേന്ദ്ര സർക്കാരുമായി ഒപ്പിടുന്നത്. അതിനുശേഷം ഞങ്ങൾ വന്നു, അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിപ്പോയി, കുടുങ്ങിപ്പോയി എന്നുള്ളതായിരുന്നു പലപ്പോഴും മുഖ്യമന്ത്രി VD സതീശനടക്കം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പിൻവലിക്കാൻ സാധ്യതയുണ്ട്, അതിനുള്ളൊരു അവസരമുണ്ട്, അവകാശമുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖയാണ് ഇപ്പോൾ രാജ്യസഭയിൽ മറുപടിയായി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. അതും ലീഗിലെ പ്രധാനപ്പെട്ട രാജ്യസഭാ MP PV അബ്ദുൽ വഹാബിന്റെ ചോദ്യത്തിനാണ് ഒരു പ്രത്യാഘാതവും ഉണ്ടാകില്ല എന്ന തരത്തിൽ മറുപടി നൽകിയിരിക്കുന്നത്. MOU ഒപ്പിട്ട ശേഷം വേണമെങ്കിൽ പിൻവലിക്കാം, പിൻവലിച്ചാൽ ആനുകൂല്യങ്ങൾ PM ശ്രീയുടെ, അതും SSKയുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും എന്ന രൂപത്തിലുള്ള പ്രതികരണമില്ല. മറ്റേതെങ്കിലും ആനുകൂല്യങ്ങൾ നഷ്ടമാകും എന്ന പരാമർശമില്ല. PM ശ്രീ വഴി നൽകി വരുന്ന സംസ്ഥാനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനാകില്ല എന്ന് മാത്രമാണ് ഈ മറുപടിയിൽ പറയുന്നത്. ഇതോടെ UDF-ന്റെ വാദം തെറ്റാണ് എന്ന് തെളിയുന്നു. ഒപ്പം ലീഗ് പ്രതിരോധത്തിലാവുന്നു. വിനീത, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, ഈ കരാറിൽ നിന്ന് പിന്മാറാനാകില്ല, അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നതായിരുന്നല്ലോ UDF-ന്റെ വാദം. നിയമപരമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിലുണ്ടാകാനിടയുണ്ടോ? അതിനൊരു സാധ്യതയും കാണുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും പ്രത്യാഘാതം വരുമോ എന്ന ചോദ്യത്തിന് മറുപടിയായി MOU-ൽ ഒരു തവണ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നീട് പിന്മാറാൻ കഴിയില്ല എന്ന മറുപടി തന്നെ കേന്ദ്ര സർക്കാരിന് നൽകാൻ കഴിയുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. എന്തെങ്കിലും പ്രത്യാഘാതം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് വിഡ്രോ ചെയ്താൽ, പിൻവലിക്കുകയാണെങ്കിൽ, കരാറിൽ നിന്ന് പിൻവാങ്ങുകയാണെങ്കിൽ ആനുകൂല്യങ്ങൾ നഷ്ടമാകും എന്നത് മാത്രമേ ഉള്ളൂ എന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഇതിലൂടെ തന്നെ പിൻവാങ്ങാൻ ഇനിയും സാധിക്കും. PM ശ്രീയിൽ നിന്ന് വേണമെങ്കിൽ ഒഴിവാകാം എന്നുള്ളത് അതിലേക്കുള്ള സൂചന തന്നെയാണ്. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന മറുപടിയാണ് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി രാജ്യസഭയിൽ നൽകിയിരിക്കുന്നത്. വിനീത, ശരി, നമുക്ക് അതിൽ തുടരണം.